ഈ അടുത്ത കാലത്ത് ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ് എപ്സ്റ്റീൻ ഫയൽസ്. ജെഫ്രി എപ്സ്റ്റീൻ എന്നറിയപ്പെടുന്ന ഒരു ക്രിമിനൽ റെക്കോർഡ്സ് ആണ് യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ ഫയൽസിൽ നമുക്ക് വെളിവായത്. എപ്സ്റ്റീൻ ഫയൽസിൽ വന്ന പേരുകൾ കണ്ട് ലോകം ഞെട്ടിവിറച്ചു. എപ്സ്റ്റീൻ ഫയൽസുമായി മാനിഫെസ്റ്റേഷന് എന്താണ് ബന്ധമെന്നല്ലേ നോക്കാം. മാനിഫെസ്റ്റേഷനിലെ ഒരു പ്രധാന ഘടകമാണ് കർമ്മ. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നല്ല കർമ്മങ്ങൾ ചെയ്ത ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ദുരന്തങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മോശം കർമ്മങ്ങൾ ചെയ്ത ഒരാൾക്ക് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. കർമ്മ എന്നത് ന്യായമായി സംഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നെങ്കിൽ മോശം കർമ്മ ചെയ്യുന്ന ആൾക്കാർക്ക് മോശം ഫലങ്ങളും നല്ല കർമ്മ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ജീവിത ഉയർച്ചയുമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നത്. നമ്മൾ ഞെട്ടിയ എപ്സ്റ്റീൻ ഫയൽസിലെ ഒട്ടുമിക്ക പേരുകളും ലോകത്തെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളുടെ പേരുകളാണ്. കർമ്മ സത്യമായിരുന്നെങ്കിൽ എങ്ങനെയാണ് അവരൊക്കെ ജീവിതത്തിൽ ഇത്രയും ഉയർന്ന നിലയിലെത്തിയത്? ആധുനിക ശാസ്ത്രത്തിന്റെ അളവുകോലുകൾ വെച്ച് കർമ്മ എന്നൊന്നിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. പക്ഷെ കർമ്മ എന്നൊന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പല അനുഭവങ്ങളിലൂടെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കർമ്മ ഉണ്ടോ, ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷനിൽ അതിന്റെ പ്രാധാന്യം എന്താണ്. അല്പം സ്പിരിച്വലായി ചിന്തിച്ചാൽ കർമ്മ എന്നത് ഒരു മെമ്മറിയാണ്. അതായത് ഓരോ ജീവിയും അതാത് ജന്മങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ മെമ്മറി അതിന്റെ ജനറ്റിക് മെമ്മറിയായി കോഡ് ചെയ്യപ്പെടും. അതായിരിക്കണം അടുത്ത ജന്മത്തിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത്. ഇങ്ങനെ ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് മെമ്മറി പാസ് ഓൺ ചെയ്തു പോവുകയാണെങ്കിൽ ഈ ഓർമ്മകളുടെ ഒരു തുടർച്ചയാണ് കർമ്മ. സൈക്കോളജിയിൽ പ്രിമിറ്റീവ് മെമ്മറി എന്ന് വിളിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെയും താഴെ ഉറങ്ങിക്കിടക്കുന്ന ഒരു മെമ്മറിയിൽ നമ്മുടെ ഈ ഓർമ്മകളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ കർമ്മ എന്ന ഓർമ്മ നിങ്ങളുടെ പ്രിമിറ്റീവ് മെമ്മറിയിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് അതാത് ജന്മങ്ങളിലെ ടൈം ലൈനിൽ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കർമ്മയ്ക്ക് തുടർച്ചയുണ്ട്. ഇങ്ങനെ നോക്കിയാൽ എപ്സ്റ്റീൻ ഫയൽസിൽ ഇന്ന് കാണുന്ന പല പ്രമുഖർക്കും ഈ ജന്മത്തിൽ അവർക്ക് കർമ്മ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ജന്മങ്ങളായുള്ള കർമ്മകളുടെ ഓർമ്മ നിങ്ങളുടെ പ്രിമിറ്റീവ് മെമ്മറിയിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ ആരംഭിക്കേണ്ടതും യഥാർത്ഥത്തിൽ അവിടെ നിന്നല്ലേ. മോഡേൺ സൈക്കോളജിയിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹിപ്നോസിസ് ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ സബ് കോൺഷ്യസ് മൈൻഡ് വരെ ഉള്ള കാര്യങ്ങളെ ആക്സസ് ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ട്. അതിനും അപ്പുറത്തേക്ക് പ്രിമിറ്റീവ് മെമ്മറി നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പോലെയുള്ള ഡീപ്പ് ഹിപ്നോസിസ് മെത്തേഡുകൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞ കർമ്മയ്ക്ക് ഇനി മറ്റൊരു തലത്തിൽ കൂടെ ഒരു എക്സ്പ്ലനേഷൻ സാധ്യമാണ്. അത് നമുക്ക് ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഒരാളോട് അമിതമായി ദേഷ്യപ്പെടുന്നു എന്ന് സങ്കല്പിക്കുക. നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിലും ആ മനുഷ്യനോട് ദേഷ്യപ്പെട്ടതിന്റെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ഓർമ്മയെക്കുറിച്ചുള്ള ചിന്ത ആവർത്തിച്ച് നിങ്ങളുടെ ബ്രെയിനിൽ വരുന്നത് കൊണ്ട് തന്നെ ബ്രെയിൻ അതിനനുസരിച്ചുള്ള അനുഭവങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങും. മറ്റൊരാളുമായുള്ള വഴക്കിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതേ അനുഭവം തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കോ നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കും. അത് നിങ്ങൾക്കൊരു കർമ്മയായി ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ഈ തരത്തിലും ഒരു എക്സ്പ്ലനേഷൻ ഇതിന് സാധ്യമാണ്. എന്നാൽ ആ സംഭവത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ഓർക്കാതിരിക്കുകയും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോലും അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അത്തരം അനുഭവം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയും ഇല്ല. നമ്മൾ മറ്റൊരാളോട് ചെയ്ത ക്രൂരതയെക്കുറിച്ച് നമുക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധമോ യാതൊരു തരത്തിലുള്ള ചിന്തകളോ ഇല്ലെങ്കിൽ ആ കർമ്മ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യത കുറവാണ്. ഇപ്പോ എപ്സ്റ്റീൻ ഫയൽസിലെ പ്രമുഖരെ കുറിച്ച് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും തരത്തിലൊരു കുറ്റബോധമോ അവർ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധ്യമോ അവർക്കില്ലെങ്കിൽ ഈ ജന്മത്തിൽ അവർക്കൊരു കർമ്മ അവരെ തേടി വരാൻ സാധ്യത കുറവാണ്. ചെയ്യുന്ന ക്രൂരതകൾക്ക് അതാത് ജന്മത്തിൽ തന്നെ കണക്ക് തീർത്ത് കർമ്മ ലഭിക്കാത്തതിന് നിങ്ങൾക്ക് രണ്ട് തരത്തിൽ എക്സ്പ്ലനേഷൻ പറയാം. ഒന്ന്, ആ ടൈം ലൈൻ ഈ ജന്മത്തിൽ ഓടി തീർന്നിട്ടില്ല, അടുത്ത ജന്മത്തിലായിരിക്കാം അത് കിട്ടുന്നത്. ഇത് കുറച്ച് സ്പിരിച്വലായ എക്സ്പ്ലനേഷൻ ആണ്. കുറച്ചുകൂടെ സൈക്കോളജിയുമായി കണക്ട് ചെയ്യുന്ന എക്സ്പ്ലനേഷൻ, ആ ചെയ്ത ക്രൂരതയെക്കുറിച്ച് അയാൾക്ക് യാതൊരു കുറ്റബോധവും ഇല്ലെങ്കിൽ, ഒരു തരത്തിലും ഒരു ചിന്ത പോലും അയാളുടെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ അയാൾക്ക് കർമ്മ കിട്ടില്ല. ജന്മങ്ങളായി നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉറഞ്ഞു കിടക്കുന്ന ഇത്തരം ജനറ്റിക് മെമ്മറികളെ തിരിച്ചറിഞ്ഞ് അത് മോഡിഫൈ ചെയ്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാൻ പരിത്രാണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നു.